ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അങ്ങനെ നമ്മുടെ ദുബായിലത്തെ രണ്ടാമത്തെ ദിവസത്തിൽ നമ്മളിപ്പോൾ എത്തി. രണ്ടാമത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗിൽ രണ്ടാമത്തെ ദിവസം ആണെങ്കിലും ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പോൾ 1-2 ദിവസമായി. ഞാൻ വീഡിയോസ് അധികം എടുത്തില്ല, കാരണം വീഡിയോ എടുക്കുന്നതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഫാമിലിയായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കധികം വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. എനിവേ, നമ്മൾ അങ്ങനെ ഇപ്പം ആക്ച്വലി നാളെ നാട്ടിലോട്ട് പോവുക. ഇവിടെ ആകെ 5 ദിവസം ഉള്ളായിരുന്നു. ഇപ്പോൾ ഇത് 4th ഡേ ആ. നാളെ നാട്ടിലോട്ട് പോവുക. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ്സ് ആയിരിക്കും. കാരണം ഇവിടെ വന്നത് തന്നെ നമ്മൾ ഫണ്ടിന് വേണ്ടിയാ. അവിടുത്തെ ഒരു ഡാർക്ക് വേൾഡിൽ നിന്ന്, അല്ലെങ്കിൽ അവിടുത്തെ ജോലികളുടെ സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ സമാധാനത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത് നാട്ടിലെല്ലാവരും. അപ്പം അതുപോലെ തന്നെ ഞാനും. അപ്പം ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്ഥലമുണ്ട്, ഒരു ബാറ്റിൽ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ അവിടെ ആയിരിക്കും ഇന്ന് പോകുന്നത്. നമ്മളവിടെ പോയി നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളിന്ന് അവിടെ പോയി എൻജോയ് ചെയ്യുക. ഞാൻ നോക്കട്ടെ, എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ അതിൻ്റെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ സ്റ്റിൽ ഫിഗറിങ് ഇറ്റ് ഔട്ട്. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷാർജയിലാണ് ഉള്ളത്. എൻ്റെ അനിയൻ ഇവിടെ ഒരു കരാട്ടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പം അമ്മ അവനെ പിക്ക് ചെയ്യാൻ പോയേക്കുക. നമ്മളിപ്പോൾ അവനെ പിക്ക് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ടു എങ്ങോട്ടാന്ന് അറിയത്തില്ല, എങ്ങോട്ടേലും. ഹായ്, അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന, ഉറക്കത്തിൽ ബോധം പോയ മുതൽ ഇവനാണ് എന്നെ കണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ മദർ, വൺ ആൻഡ് ഓൺലി. കണ്ട മുഖമൊക്കെ പൊത്തി നാണ ക്യാമറ ചെയ്യാ, ഭയങ്കര ക്യാമറ ചെയ്യാ. വലിയ വ്ളോഗറൊക്കെ ആണെങ്കിലും ഭയങ്കര ക്യാമറ ചെയ്യാം. ഞാൻ ക്യാമറ എടുത്തപ്പോൾ എന്റെ ക്യാമറയുടെ മുന്നിൽ മാത്രം വരുന്നില്ല. കുരങ്ങൻ അവിടെ പുറകിൽ എന്തോ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് എവിടെ പോകുന്നത്? വേർ ആർ വി ഗോയിങ് ഗൈസ്? യെസ്, നമ്മളിപ്പം ഇന്ന് പോകുന്നത് എക്സ്ട്രൈക്കിലോട്ടാണ്. എക്സ്ട്രൈക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വാട്ട് ഇസ് ഇറ്റ്? എക്സ്പ്ലെയിൻ ചെയ്യാ. വാട്ട് ഇസ് ഇറ്റ്? ലേസർ ടാഗ്. യെസ്, എക്സാക്ട്ലി, ലേസർ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റിൽ ഗ്രൗണ്ട്. അവിടെ നമുക്കൊരു തോക്കൊക്കെ തന്നു വിടും. നമ്മൾ വഴിയെ പോകുന്നവരെ എല്ലാവരും വെടിവെച്ച് കൊല്ലുക മീൻസ് ഒരു ജസ്റ്റ് ഫൺ. എന്തുവാണ് ഈ കാണിക്കണേ ഗൈസ്? ഈ തുരപ്പനും ഒരു ഇതുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, എയാൻസ് വേൾഡ്. അപ്പം ഇവിടെ എവിടെയെങ്കിലും വരും അതിന്റെ പേര്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. എല്ലാരും പോയി what they have to do? Tell me. Subscribe and like, then share, comment. I don't know what else is there. അതുപോലെ തന്നെ this ആൾക്കുമുണ്ട് ഒരു എന്ത് ചാനലിന്റെ ഇവിടെ ഉണ്ട്. എല്ലാരും പോയി സബ്സ്ക്രൈബ് ഗായ്സ്. അങ്ങനെ ഇതാണ് ദുബായിലെ തെരുവുകള്. നിങ്ങളെല്ലാരും കണ്ടിട്ടുള്ളതിലായിരിക്കും, കാണാത്തവരൊക്കെ ദുബായിലെ തെരുവുകൾ. നമ്മൾ ദുബായിലെ തെരുവിലൂടെ ഒരു ചായ കുടിക്കാൻ പോവാ. ചായ കുടിച്ചിട്ട് നമ്മൾ വൈകിട്ടത്തെ പ്ലാൻസ് ആയിരുന്നു എക്സ്ട്രൈക്ക്. സോറി ഗൈസ്, എന്റെ മിസ്റ്റേക്ക് ആണ്. വൈകിട്ടത്തെ പ്ലാൻസ് ആയിരുന്നു എക്സ്ട്രൈക്ക്. ഇവിടെ ഈ കാണുന്ന പോലല്ല, മുടിഞ്ഞ ചൂടാ കേട്ടോ. ഓൾമോസ്റ്റ് എത്ര ഡിഗ്രി ആയിരുന്നു? 40 ഡിഗ്രി ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. ഓഹ്, എന്നെ ചൂടാന്നോ. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ചൂട് തോന്നുന്നുണ്ട്. ബൈ ദ ബൈ, ഇത് നമ്മൾ പുതിയതായിട്ട് മേടിച്ച വണ്ടിയാണ്. ഇതേത് വണ്ടി? ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ? ദിസ് ഈസ് ടെസ്ല. നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാ. എന്തുവാ? എന്തിനെ? എക്കോസിസ്റ്റത്തിനെ, അതെ, ഗ്രീനറിയെ പ്രൊമോട്ട് ചെയ്യുക. അപ്പം നമ്മളും ഒരെണ്ണം എടുത്തു, ഒന്നും നോക്കിയില്ല, വെറുതെ മേടിച്ചു. ഞാൻ അടുത്ത ദിവസം എന്നാണേലും ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഈ വണ്ടിയെ പറ്റിയുള്ളൊരു. എന്നാണല്ലോ അടുത്ത ദിവസം വണ്ടിയെ പറ്റി ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇത് കുറച്ചും കൂടെ ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് കാർ, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വേറൊരു വണ്ടിയുണ്ട്, ആ വണ്ടിയൊക്കെ വെച്ച് അടുത്ത ദിവസം എന്നാളും ഇതിനെ പറ്റി ഒരു വീഡിയോ വരും. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വണ്ടിയെ പറ്റി പറയാം. സോ ഗൈസ്, ഫൈനലി നമ്മളിവിടെ എത്തി. ദിസ് ഈസ് ദ പ്ലേസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഞാൻ അകത്തോട്ട് കാണിച്ചു തരാം. ഇതിനെ പറയുന്നത് എക്സ്ട്രൈക്ക് എന്നാണ് കേട്ടോ. എക്സ്ട്രൈക്ക് എന്ന് പറയുന്നത് അവരവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇവൻ തന്നെയാണല്ലോ ഇവിടെ ടിക്കറ്റ് എടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഇതുപോലെ ഒരു വാറിനൊക്കെ പോകുന്നുണ്ട്. ഇവിടുത്തെ സെറ്റപ്പൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു എന്ത് പറയണേ, നമ്മൾ ഈ ആർമിക്കാരുടെയൊക്കെ സ്ഥലത്ത് ചെല്ലത്തിലുണ്ടോ മേളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ട്. അതാണ് ഇവരുടെ സ്ഥലം മെയിനായിട്ട്. ആർമി ഫീൽ, നമ്മൾ പട്ടാളത്തിലേക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കഴിഞ്ഞ ശത്രുക്കളെ ആ ഒരു രീതിയിൽ ഇവർ ചെയ്തേക്കുന്നുണ്ടോ. നമ്മൾ അങ്ങനെ ഇവിടെ തോക്കൊക്കെ എടുക്കുന്ന സ്ഥലത്തോട്ട് ഇതായിരുന്നു നമ്മൾക്ക് മെയിൻ എൻട്രൻസ്. ഇവിടെ കയറി കഴിയുമ്പോൾ തന്നെ ഇവിടെ കയറിയപ്പോൾ തന്നെ ഇറ്റ്സ് ഫുള്ളി ഡിഫറെൻറ്റ്. ഇവിടെ കുറേ ഒരു ക്യാമറ കോസ്റ്റ്യൂംസ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്കിതെന്താ, നമുക്ക് ഓരോ കോസ്റ്റ്യൂംസ് ആവും. ഇവിടെ ആൾക്കാരെല്ലാം കയറി പോയി ഓൾറെഡി.
കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ട്. എനിക്ക് അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു GoPro എടുക്കാൻ സമ്മതിക്കത്തില്ല. സോ നമുക്ക് അകത്തേത് കാണാനായിട്ട് ഒരു വഴിയില്ല. എനിവേ ലെറ്റ്സ് സീ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതുണ്ടോ, എനിക്കും കിട്ടിയൊരു തോക്ക്. ഇതിനെ കാണാം. ഇതുപോലെയാണ് അവസാനത്തെ Are you excited to go in? Yeah? Are you excited? Are you excited to go in? എല്ലാവരും അപ്പം ഭയങ്കര എക്സൈറ്റ്മെന്റ്. പിള്ളേർക്കൊക്കെ ഇത് വലിയ സംഭവം. ഒരാൾ നിൽക്കുന്നുണ്ട് എക്സൈറ്റ്മെന്റ് കൂടി. ഇവരാണ് നമ്മുടെ ടീമിൽ നിന്നുള്ളത്. ഇത്രയും പേര്, ഞങ്ങൾ ഇത്രയും പേരാണ് ടീം. സോ അത് നമ്മൾ ഇത്രയും പേര് ഒരു ടീം. കളി കഴിഞ്ഞ് we lost the game. ഞങ്ങളുടെ they stole our team. ഫസ്റ്റ് SXL എന്ന് പറയുമ്പോൾ അല്ലേ? ഓ മാൻ, I'm third. No, there's one guy. Yeah, that's why you guys won. You stole our teammates. That's why they won. We were winning the first 3 rounds and we don't care. We were winning, guys. See, we were winning. Exactly. ഞങ്ങൾ വെളിയിറങ്ങി ഗൈസ്. Team Bronco cheated. സംഭവം എന്നാന്ന് വെച്ചാൽ Number one, Team Bronco stole our good teammate. Number 2, they were dead talking. Number 3, they were blind firing. And number 2, when I got into their base, they were like, intruder. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമായിരുന്നു ആക്ച്വലി ജയിച്ചോണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ ടീമിലെ പ്രൊഫഷണൽ പ്ലെയർ ഇവർ അടിച്ചു മാറ്റി. They stole, right? And then they gave us 2 weak noobs. അതുകൊണ്ട് അങ്ങനെ അവർ കളി. How do you guys find it? It's interesting. It's good, right? Good, but Yeah. good and bad. Why? Because you lost. No, because you cheated. Because you cheated. Success people, they don't talk much. ആദ്യം കരയ സക്സസ് പീപ്പിൾ ആദ്യം കരയുമായിരുന്നല്ലോ. Says the person who is hiding behind a bike. I will tell you something. Instead of screaming, you could have showed there, Says not the in person the who car. is hiding behind the bike. And we don't care. We win. എനിവേ ഇപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇപ്പോ എങ്ങോട്ടാ പോണ? കഴിക്കാൻ പോണ അല്ലേ? ആരാമത്തിലോട്ട് പൊറോട്ടയും ബീഫ് അടിക്കും. Yeah, we are going to have some parotas and beefs. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇവിടെ വഴി. എവിടെ നോക്കിയാലും കുറെ അടിപൊളി വണ്ടികൾ കാണാം. എന്നിട്ട് ഈ പോകുന്ന വഴിയിലും ഉണ്ട്. ഇത് റോൾസ് റോയ്സിന്റെ ഷോറൂം അല്ലേ? യെസ്, അത് റോൾസ് റോയ്സിന്റെ ഷോറൂം. ഇത് ആസ്ട്രോ മാർട്ടിൻ. ഇങ്ങനെ കാണും 100 എണ്ണത്തെ അവിടെ കിടക്കുന്നുണ്ടാ. ഓ ഇത് കാണത്തില്ല, ഈ പോക്ക് പോകുമ്പോ കാണത്തില്ല. ഈ സ്ഥലം ആക്ച്വലി ദുബായ് ഡൗൺ ടൗൺ ഏരിയ അല്ലേ? യെസ്, ദിസ് ഈസ് ദ ദുബായ് ഡൗൺ ടൗൺ ഏരിയ. ഇവിടെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ എല്ലാ പരിപാടികളും നടക്കുന്ന സ്ഥലം ഇത്. ആ കാണുന്നതാണ് ബുർജ് ഖലീഫ, ദുബായിയുടെ മെയിൻ അട്രാക്ഷൻ അല്ലേ? ദുബായ് അറിയപ്പെടുന്നത് ഇപ്പൊ ബുർജ് ഖലീഫ എന്നുള്ള പേരിൽ. ആദ്യം ആര് കേട്ടാലും മനസ്സിൽ വരുന്ന ബുർജ് ഖലീഫയുടെ ഒരു ഷേപ്പ് ആയിരിക്കും. ആ കാണുന്നത് എത്തി പോയത്. അപ്പൊ ഈ കാണുന്നതാണ് ബുർജ് ഖലീഫ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഏത് ബിൽഡിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാം. ഇവര് ഇമാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായി മുഴുവൻ പണിതേക്കുന്നത്. ഈ ഡൗൺ ടൗൺ ഏരിയയിലെ എല്ലാ ബിൽഡിങ്ങുകളും ഇമാറാണ് പണിതേക്കുന്നത്. ഈ സാധനം ഇപ്പൊ ദുബായിൽ ഇപ്പൊ ഇതാണ് ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്. എനിക്ക് തോന്നുന്നു വേറെ ഒരു ടോളസ്റ്റ് ബിൽഡിംഗും കൂടെ വരുന്നുണ്ട്. വേറൊരു ടോളസ്റ്റ് ബിൽഡിംഗ് കൂടെ പണിയുന്നില്ല അമ്മ? നമ്മുടെ വീടല്ലേ? ആരോട്ട് ചോദിക്കാൻ. എന്റെ അറിവിൽ വേറെ ഇതിനേക്കാൾ വലിയൊരു ബിൽഡിംഗ് ഖത്തറിലെങ്ങാണ്ട് പണിയുന്നുണ്ട്. സൗദിയിലല്ലേ? ഇതിന്റെ വലിയൊരു സാധനം ഖത്തറിൽ വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഇവര് പുതിയ വേറെന്തോ സാധനം പണിയുന്നില്ലേ? എന്തോ ഒരു ഹോട്ടലല്ല വേറൊരു സാധനം. ക്രീക്കോ എന്താ? ബീച്ച് സൈഡ് എങ്ങാണ്ട്. ഇത് ഷെയ്ഖ് സൈദ് റോഡ്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആദ്യം സിറ്റിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ്. ഇതാണ് പണ്ടത്തെ ഈ ഒരു സ്ഥലം അല്ലേ? ഇതായിരുന്നു നമ്മൾ ദുബായിയുടെ വീഡിയോ കാണുമ്പോൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരു സ്ഥലം. ഇത് എല്ലാ ദുബായ് വീഡിയോസിനകത്തും കാണുന്നത്. എനിക്ക് സിനിമയ്ക്കകത്താണല്ലോ മെയിൻ ആയിട്ടുള്ള ഷോട്ട് ഈ ഒരു റോഡാ. ഇതാണ് മെയിൻ ഇത്. ഇവിടെ ഈ വേൾഡ് ട്രേഡ് സെന്റർ. വേൾഡ് ട്രേഡ് സെന്റർ ആണ് ഇവിടുത്തെ ആദ്യത്തെ ടോളസ്റ്റ് ബിൽഡിംഗ്. ഏത്? ഫസ്റ്റ് ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ആണ്. ആണോ? ലോകത്തിലെ? ഇവിടുത്തെ UAE-ലെ ആ കാണുന്ന ബിൽഡിംഗ് അല്ലേ? മഞ്ഞ കളർ. അതായിരുന്നു അല്ലേ? ഫ്യൂച്ചർ ഓഫ് പീസ്.
ഓഫ് ഫ്യൂച്ചർ. അതെ, ഈ കാണുന്നതാണ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം അല്ലേ? Museum of മ്യൂസിയം ഓഫ് ഫ്യൂച്ചറോ? ഫ്യൂച്ചറോ? എന്താണേലും ആ മ്യൂസിയം. ഇതെന്ത് സാധനം? ഇതിന്റെ സ്ട്രക്ചർ തന്നെ എന്ത് കിടുക. അടിപൊളി. പുള്ളിയുടെ പേരാ? പുള്ളിയുടെ വാക്കുകള്. ഓക്കെ, പുള്ളിയുടെ കോഡ്സ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? കണ്ട ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, അതായിരുന്നു ആക്ച്വലി ദുബായിലെ ആദ്യത്തെ ടോളസ്റ്റ് ബിൽഡിംഗ് അല്ലേ? വേൾഡ് ട്രേഡ് സെന്റർ. ഈ അപ്പാർട്ട്മെന്റാ? ഓ, അവരുടെ സ്റ്റാഫിന് വേണ്ടിയുള്ള അവര് നമുക്ക് സാധാരണ അപ്പാർട്ട്മെന്റ്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഞാൻ പറഞ്ഞു തന്നത് ഈ കാണുന്ന ബിൽഡിംഗ് ഇത് തന്നെ, ഇതായിരുന്നു. പക്ഷെ ഈ സെയിം സാധനത്തിന്റെ തന്നെ അല്ല, നമ്മുടെ US ഫ്ലൈറ്റ് കയറ്റിയ ഈ സെയിം ഷേപ്പിൽ തന്നെ അല്ലേ? ഏതാ അത്? ഇത് 35 ഫ്ലോർസ് ഇതിനകത്ത്. ഇത് 35 ഫ്ലോർസ് ആണ്. മറ്റേത് 105 ആയിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ. ഓ, രണ്ട് ബിൽഡിങ്ങിന്റെ ഇടയ്ക്കൂടെ ഒരു പാലം പോലെ ഇട്ടിട്ട് അപ്പുറത്തോട്ട് വേറൊരു സാധനം. ഏതാ ഹോട്ടലാ അല്ലേ? Dubai Frame. സമീൽ ഹോട്ടൽ. ഇത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ ഓരോ സാധനങ്ങളത്. ആ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. അവിടെ അതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ സിറ്റി മൊത്തം കാണാമോ? ദുബായിയുടെ ഓൾഡ് ദുബായും പുതിയ ദുബായും കാണാം. പുതിയ രണ്ടായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പുറത്തെ ഒരു സൈഡിൽ ഓൾഡ് ദുബായ്, ആ സൈഡിൽ ഓൾഡ് ദുബായ്, ഈ സൈഡിൽ ന്യൂ ദുബായ്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഈ ഫ്രെയിമിന്റെ മേളിൽ. ഇതിന്റെ മേളിൽ നമുക്ക് വലിഞ്ഞു കയറാൻ പറ്റും കേട്ടോ. ആ കാണുന്ന സാധനം കണ്ട അതിന്റെ മേളിൽ നമുക്ക് വലിഞ്ഞു കയറിയാൽ കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ഓൾഡ് ദുബായ്, ഇപ്പുറത്തെ സൈഡിൽ പുതിയ ദുബായും കാണാം. ഇവിടുത്തെ വലിഞ്ഞു കയറണം അല്ലേ? അവര് വലിച്ചു കയറ്റിക്കോളൂ. ഇനി എന്നാ? ഓ, ദുബായ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ പോകുന്ന വഴിക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് എന്തെങ്കിലും കാണാനായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലണ്ടനിലൊന്നും അതില്ല കേട്ടോ, സത്യമായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി ലണ്ടൻ ബ്രിഡ്ജ് ഒക്കെ അതിന്റെ വീട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ. അത് ഇതിന്റെ തന്നെ ഒന്നും ഇല്ലെന്നല്ല, അവിടെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് നമ്മളൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോയാൽ മാത്രമേ കാണാനായിട്ടുള്ളൂ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട്. ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലമുണ്ട്. നല്ല പൊറോട്ട കിട്ടും അല്ലേ? പൊറോട്ട അവിടുത്തെ ഏറ്റവും ബെസ്റ്റ്. നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല പൊറോട്ട. ഇവിടെ ഇവരെല്ലാരും വിശന്ന് കൊട്ടലിൽ കരിഞ്ഞിരിക്കുക. എനിക്ക് വിശക്കുന്നില്ല. ഞങ്ങള് വൈകുന്നേരം കഴിച്ചാലും ഞാനും അമ്മ ഇവനും പോയി കഴിച്ചില്ലേ? സോ അങ്ങനെ നമ്മളിപ്പോ വന്നത് കരാമ സൈഡിലോട്ടാ. കരാമയില് ഒരു അടിപൊളി ജീവൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ വന്നത് കരാമ സൈഡിലോട്ടാ. നമ്മൾ വണ്ടി വിട്ടിട്ട് ഇവിടെ വന്നേക്കുന്ന ആരാമെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റില്ല. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നമുക്ക് കേരള ഫുഡ് കിട്ടും തരാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നൈസായിട്ട് വീട്ടിൽ പോകാം. ഇവിടെ വന്നതും ഇവിടെ എല്ലാവരും അറ്റാക്ക് തുടങ്ങി. അറ്റാക്കായിരുന്നു. നല്ല കിട്ടില്ല ബീഫ് വലത്തിയത്, ബീഫ് റോസ്റ്റ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഇന്ന് വേണ്ട എല്ലാം ഉണ്ട്. അവിടുത്തെ നല്ല പൊറോട്ട നാട്ടിൽ കിട്ടത്തില്ലല്ലേ ഇത്? നാട്ടിൽ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞാണ് എന്നാലും ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ വണ്ടിയല്ല അങ്ങോട്ട് പോയത്. കാരണം അപ്പം ഈ വണ്ടി എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പം ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ തിരിച്ച് ടെസ്റ്റിലെടുത്ത് ഇനിയും വീട്ടിലോട്ട് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവരെ കൊണ്ടുപോയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം മടുത്ത് ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. കാരണം കളിച്ച് ചെയ്തേക്ക് ഭയങ്കര ടയേർഡായി. അപ്പോൾ ഇനിയും വീട്ടിലോട്ട് പോവാം. Somebody else is looking to say hi. Say hi, Lola. Alle. Music time. I will sing song for you. Okay? മന്ദാരച്ചപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ മാർമതി. Hey, you didn't sleep? അങ്ങനെ പറയരുത്. പ്ലീസ്, ഞാൻ പാടട്ടെ. ഓക്കെ, ഞാൻ പാടട്ടെ പ്ലീസ്. വെയിറ്റ്. അങ്ങനെ പറയും. ഓക്കെ, ഞാൻ വരാം. ഞാൻ അങ്ങോട്ട് വരാം, നീ ഇങ്ങോട്ട് വരണ്ട. ചെവിക്ക് തുറന്നു പിടിച്ചു. ഓക്കെ, കയ്യെടുത്ത് മാറ്റാ. കുഞ്ഞാണ് കുമ്പാണ് മാമന് ചാഞ്ചാട്.
ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞപ്പോ എടാ അങ്ങനെ പോവല്ലേ, ഞാനിപ്പോ ആർക്ക് വേണ്ടി പാടി പാടിയിട്ട് പാടിയോ തല്ലിക്കൊല്ലാൻ മോനെ. അതിനോ കൊച്ചു അവൻ കാണിച്ചോ പാടിയോന്ന് വെച്ചപ്പോ പാടരുതടാ പ്ലീസ്, കഷ്ടപ്പെട്ട്. കണ്ണെന്തി നിന്റെ കണ്ണിനകത്തൂടെ എനിക്ക് കാണണം നിന്റെ എക്സ്പ്രഷൻസ്. എടാ ഞാൻ കണ്ണ് ശരിയാക്കൂടാ. ആ നീ ബാ, കം കം. ഹൊയ് 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 കടിക്കുന്നോ നീ? ഇങ്ങ വാ. അല്ലല്ല അല്ല, നമുക്ക് അച്ചാച്ചൽത്താഹു പാടിയാലോ? അല്ല നമുക്ക് മറ്റേത് പാടിയാലോ? അച്ചാച്ചൽത്താഹു ദുആओ में आग रखना. കടിക്കാതടി മോളെ. പോയി. എന്നെ ഈ ചാത്തനിൽ നിന്ന് രക്ഷിക്കമ്മേ. അയ്യോ ഞാൻ എവിടെ പോയി കിടന്നിറങ്ങും. ലല്ലേ അല്ല ബാ കം. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ. വെളുപ്പിന് 2 മണിയായി. സോ ആസ് ഓൾവേസ് വാട്ട് വി ഹാവ് ടു സേ, അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാൻ ഫേട്ടാവളിയാ. എനിവേ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നിടം വരെ വാട്ട് യു ഹാവ് ടു സേ. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ കാണാൻ